നമസ്കാരം. ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭരണി, കാർത്തിക, രോഹിണി നക്ഷത്രങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മകയിരം നക്ഷത്രത്തെക്കുറിച്ചാണ്. അന്വേഷണ ബുദ്ധിയും ഉത്സാഹവും കൈമുതലായുള്ള മകയിരം നക്ഷത്രക്കാർക്ക് 2026 വിഷുസംക്രമം മുതൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് എന്ന് നോക്കാം. മകയിരം നക്ഷത്രത്തിന്റെ ചിഹ്നം മാൻതലയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ജാഗ്രതയുള്ളവരും പുതിയ കാര്യങ്ങൾ തേടിപ്പോകുന്നവരുമാണിവർ. ചൊവ്വ അധിപനായ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഊർജ്ജസ്വലമായ ഒരു തുടക്കമാണ് ലഭിക്കാൻ പോകുന്നത്. മകയിരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ധൈര്യവും എടുത്തുചാട്ടവും ഉണ്ടാകും. ഈ വിഷു സംക്രമ സമയത്ത് ചൊവ്വയുടെ നില അനുകൂലമായതിനാൽ തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും വേഗത്തിൽ നടന്നു കിട്ടും. എപ്പോഴും പുതിയ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള നിങ്ങളുടെ സ്വഭാവം ഈ വർഷം വലിയ അവസരങ്ങൾ കൊണ്ടുവരും. അപ്രതീക്ഷിതമായ ചില ധനലാഭങ്ങൾ ഈ വർഷം മകയിര നക്ഷത്രക്കാരെ തേടിവരും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം രണ്ടാം പകുതി കൂടുതൽ അനുയോജ്യമാണ്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. അടുത്ത ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കും. വീട്ടിൽ ശുഭകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ചൊവ്വയുടെ സ്വാധീനമുള്ളതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാതെ ശ്രദ്ധിക്കണം. സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിഷുവിന് ശേഷം നല്ല സമയമാണ്. എന്നാൽ ചിട്ടി പോലുള്ള കാര്യങ്ങളിൽ ചേരുമ്പോൾ ജാഗ്രത വേണം. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പോലീസ്, മിലിറ്ററി, എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്ക് മികച്ച സമയമാണ്. വിദേശത്ത് ജോലി നോക്കുന്ന മകയിര നക്ഷത്രക്കാർക്ക് ഈ വർഷം ഓഗസ്റ്റിന് മുൻപ് വിസ ലഭിക്കാൻ സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ചെറിയ തർക്കങ്ങൾ വരാം. അതിനാൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക. വിവാഹം ഉറപ്പിക്കാൻ തടസ്സം നേരിട്ടിരുന്നവർക്ക് ഈ വർഷം മംഗളകരമായ വാർത്തകൾ കേൾക്കാം. ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. പഴയ സുഹൃത്തുക്കളുമായുള്ള ബന്ധം പുതുക്കാൻ സാധിക്കും. ഇത് ബിസിനസ്സിലും മറ്റും ഗുണകരമാകും. ചൊവ്വയുടെ സ്വാധീനം കാരണം രക്തസമ്മർദ്ദം, ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കണം. വണ്ടി ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കും. സാധുക്കൾക്ക് ചുവന്ന വസ്ത്രമോ മധുര പലഹാരങ്ങളോ നൽകുന്നത് ഗുണകരമാണ്. ഓം സുബ്രഹ്മണ്യായ നമഃ എന്ന മന്ത്രം ദിവസവും 18 തവണ ജപിക്കുക. മകയിരം നക്ഷത്രക്കാർക്ക് 2 രാശികളുണ്ട്. ഇടവക്കൂറിലും മിഥുനക്കൂറിലും വരുന്ന മകയിരം നക്ഷത്രക്കാർക്ക് ഇത് ബാധകമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം സകല ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. അടുത്ത നക്ഷത്രഫലങ്ങൾക്കായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.